അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കാണിക്ക മോഷണ ആരോപണത്തിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്ക് ക്ലീൻ ചിറ്റ്. കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ചമ്പത് റായിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. വിവരങ്ങളുമായി ആദർശ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ആദർശ്, വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയതലത്തിലെ വാർത്തയാണ്. ഒന്ന്, ചമ്പത് റായിയെ വെറുതെ അങ്ങ് ക്ലീൻ ചിറ്റ് നൽകി വിടുകയല്ല ചെയ്തത്. കൃത്യമായ പരിശോധനകൾ നടത്തി. UP സർക്കാർ ആദ്യഘട്ടം മുതൽ തന്നെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി. തെളിവുകളുടെയും രേഖകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചമ്പത് റായിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. പൊളിഞ്ഞു വീണത് ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിന്റെ വലിയ പ്രചരണങ്ങളാണ്. ആദർശ്, പ്രജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാർ രൂപം നൽകിയ SITയുടെ അന്തിമ റിപ്പോർട്ടിലാണ് ചമ്പത് റായിക്കും ട്രസ്റ്റ് അംഗമായിരുന്ന അനിൽ മിശ്രയ്ക്കും ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇരുവരും ഈ ട്രസ്റ്റിൽ നിന്ന് രാജി നൽകിയിരുന്നു. കാരണം ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അതിൽ തങ്ങൾ പൂർണ്ണമായിട്ടും കുറ്റക്കാരല്ല എന്ന് തെളിയുമ്പോൾ ട്രസ്റ്റിലേക്ക് മടങ്ങി വരാം, അതുമല്ലെങ്കിൽ ഈ രീതിയിൽ ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായിരിക്കാൻ തങ്ങൾ യോഗ്യരല്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് ചമ്പത് റായിയും അനിൽ മിശ്രയും ഈ ട്രസ്റ്റിൽ നിന്നുള്ള രാജി നൽകിയത്. അത് അന്ന് തന്നെ ഇതൊരു ധാർമ്മികമായിട്ടുള്ള ഒരു രാജി എന്നുള്ള നിലയ്ക്ക് വലിയ വിലയിരുത്തലുകൾ വന്നിരുന്നു. എന്നാൽ പ്രതിപക്ഷ നിരയിലെ കോൺഗ്രസ്, ഇടതുപക്ഷം, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള അവർ ജിഹാദി കൂട്ടങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അയോധ്യ വിഷയത്തിൽ വലിയ കൊള്ള നടന്നു എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുകയും സന്യാസിമാരെയും സനാതനധർമ്മത്തെയും ഒക്കെ അപമാനിക്കുന്നതിന് ഇതൊരു അവസരമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ SIT നൽകിയിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ ചമ്പത് റായിക്കും അനിൽ മിശ്രയ്ക്കുമൊക്കെ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. ഒന്നാം SITയുടെ അന്തിമ റിപ്പോർട്ട് അത് കൃത്യമായിട്ട് തന്നെ ഈ കാണിക്ക എണ്ണുന്നവരിലാണ് ക്രമക്കേട് നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ അയോധ്യയിൽ നടന്നത് ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയ സംഭാവന കൊള്ളയല്ലെന്നും കാണിക്ക എണ്ണുന്നവർ നടത്തിയ തിരിമറിയാണെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ തന്നെ വലിയ സംഭാവന കൊള്ളയാണ് അയോധ്യയിൽ നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കേന്ദ്ര സർക്കാരിനെയും അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിനെയും എതിരെയുമൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ SIT അന്വേഷണത്തോടു കൂടി തന്നെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിക്കും ട്രസ്റ്റ് അംഗമായിരുന്ന അനിൽ മിശ്രയ്ക്കും ഒക്കെ ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് ഇത് കേവലം കാണിക്ക എണ്ണുന്നവർ നടത്തിയ ഒരു മോഷണം ആണെന്നും അത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളും ഈ SIT റിപ്പോർട്ടിലുണ്ട്. രണ്ടാം SITയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തുടരും എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന വിവരം. പ്രജിത്ത്, ആദർശ, ഇതിൽ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്രത്തോളം സ്ത്രീ വിരുദ്ധനാണെന്ന് അദ്ദേഹം കാണിച്ച ഒരു പ്രകടനമുണ്ടായി. ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഹൈന്ദവ വിരുദ്ധമായ ഒരു പ്രകടനമുണ്ട്. ഒരു കാവി അണിഞ്ഞ സന്യാസിയായി പഴയ ക്രിമിനലായിരുന്ന പിന്നീട് രാഷ്ട്രീയക്കാരനായി മാറിയ പപ്പു യാദവും ഒരു കാവ്യൊക്കെ അണിഞ്ഞ് ഒരു സമ്പത്ത് തട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ കാണിക്കപ്പണം തട്ടിയെടുക്കുന്ന ആളെ പോലെ അഭിനയിക്കുകയും ഈ പറയുന്ന രാഹുൽ അവിടെ വന്ന് ആ കോപ്രായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ഇതൊരവസരമാക്കി എടുത്ത് ഹൈന്ദവതയെ മുഴുവൻ അപമാനിക്കാൻ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഊടും പാവം നൽകിയ രാമൻ എന്ന മഹാസങ്കല്പത്തെ അപമാനിക്കുവാനുമുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെല്ലാമുള്ള തിരിച്ചടി കൂടിയായി ഈ ക്ലീൻ ചിറ്റ് മാറുകയല്ലേ ആദർശ്? തീർച്ചയായും പ്രജിത്ത്, ആ രീതിയിൽ തന്നെയാണ്. കാരണം ചമ്പത് റായിയെ ലക്ഷ്യം ഇട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില ആരോപണങ്ങൾ ഉയർന്നതും ഒപ്പം തന്നെയാണ് ഈ കാവി അണിഞ്ഞുകൊണ്ട് സന്യാസിമാരെയും സനാതനധർമ്മത്തെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ പാർലമെൻറ്റിന് പുറത്ത് പപ്പു യാദവും രാഹുലും സമാജ്വാദി പാർട്ടി നേതാക്കളും ഒക്കെ ചേർന്ന് പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ എന്തായാലും ആ നുണകളുടെ ചീട്ടുകൊട്ടാരം തന്നെയാണ് തകർന്നു വീണിരിക്കുന്നത്. ഈ അയോധ്യയിൽ നടന്ന കാണിക്ക എണ്ണലുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു മോഷണം എടുത്തു കാട്ടിക്കൊണ്ട് അത് ഈ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എതിരെ ആയുധമാക്കുകയും ഒപ്പം തന്നെ സനാതനധർമ്മത്തെയും സന്യാസ സമൂഹത്തെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രാഹുൽ അടക്കമുള്ളവർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ചമ്പത് റായിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ഈ സന്യാസ സമൂഹത്തിനെതിരെയുള്ള ഈ ഒരു പ്രതിഷേധത്തിൻ്റെ മുനകൂടി ഒടിഞ്ഞിരിക്കുകയാണ്. ജിഹാദി മനസ്സുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷം ഈ രീതിയിൽ സനാതനധർമ്മത്തെയും സന്യാസ സമൂഹത്തെയും ഒക്കെ അപമാനിക്കുവാൻ തയ്യാറായത്. ആ നീക്കങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്ന് തകർന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശ് സർക്കാർ
സർക്കാർ ആദ്യമേ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തെറ്റ് ചെയ്തവർ ആരായാലും ഏത് ഉന്നതരായാലും ശിക്ഷിക്കപ്പെടും, അന്വേഷിച്ച് തെറ്റുകാർ ആരാണെന്ന് കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് അദ്ദേഹം SIT രൂപീകരിക്കുകയും ആ SITയുടെ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ ജിഹാദികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും ഈ SIT അന്വേഷണത്തിൻ്റെ ആ റിപ്പോർട്ടോടുകൂടി തന്നെ തകർന്നിരിക്കുകയാണ്. പ്രജിത്ത്. ഓക്കെ, ആദർശാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രതിഷേധങ്ങളെ വൈകൃതങ്ങളുടെ പ്രകടന കേന്ദ്രമാക്കി മാറ്റുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ, അദ്ദേഹം അന്ന് ആ പാർലമെന്റ് വളപ്പിൽ കാണിച്ചു കൂട്ടിയ കോപ്രായത്തിന് മാപ്പ് പറയാൻ തയ്യാറാക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.